അതായത് ഒരു മനുഷ്യന് വേണ്ടി എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച്. ഒന്ന് ആരോഗ്യം, ഒന്ന് സമാധാനം, ഒന്ന് സമ്പാദ്യം. സമാധാനം ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി വരും. ഇവര് എങ്ങനെ ഫിനാൻഷ്യലി സർവൈവ് ചെയ്യും? നമുക്ക് ഇൻഷുറൻസോ കിട്ടാതിരിക്കാനുള്ള റീസൺ എന്തൊക്കെയാണ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിനെ പറ്റിയുള്ള A to Z കാര്യങ്ങളാണ്. ഹായ്, എൻ്റെ പേര് ജിബിൻ കുര്യാക്കോസ്. ഞാൻ ഇവിടെ UK മാഞ്ചസ്റ്ററിലാണ്, നാട്ടിൽ കോട്ടയം. ഞാനിപ്പം ആംബിൾ മോർഗേജ് എന്ന് പറഞ്ഞ കമ്പനിയിൽ പ്രൊട്ടക്ഷൻ അഡ്വൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കമ്പനി ചെയ്യുന്ന പരിപാടികൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മോർഗേജ് ഇൻഷുറൻസ് ചെയ്യുക, ബില്ല് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. ലൈഫ് ഇൻഷുറൻസ്, ക്രിട്ടിക്കൽ ഇൻഷുറൻസ്, ഫ്രാക്ചർ ഇൻഷുറൻസ് ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ UK ഇപ്പോൾ അത്യാവശ്യം മലയാളികൾ കൂടി വരുവാണ്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് ഇൻഷുറൻസിനെ പറ്റി പ്രോപ്പർ നോളജ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കുമില്ല. ഇപ്പം ഈ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ഇരിക്കണം, ഞാൻ വരാം 3.5 വർഷമായി. എനിക്ക് എന്താണ് ഇൻഷുറൻസ്? ഇപ്പം എനിക്ക് തന്നെ അറിയാം, എൻ്റെ വീഡിയോയിൽ വന്ന ഒരു സ്റ്റുഡൻറ്റ്, ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ വന്ന ഒരു സ്റ്റുഡൻറ്റ് മരിച്ച കേസ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളായിട്ട് UK വന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. മനുഷ്യരാണ്, എല്ലാവർക്കും അസുഖങ്ങൾ വരും. അപ്പോഴാണ് നമ്മൾ ഈ ഇൻഷുറൻസ് എന്നുള്ള ഒരു ടോപ്പിക് തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. ഇവിടെ എത്രത്തോളം ഇൻഷുറൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ രാജ്യത്ത്? അബീസ, ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഫിനാൻഷ്യലി ബാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സർവൈവ് ചെയ്യാനാണ്. ഇപ്പം എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുള്ളവന് മാത്രമേ ഫിനാൻഷ്യലി ബാധ്യതയുള്ളൂ. അപ്പം പലരും പല കടം മേടിച്ച് വരുന്നവരുണ്ടായിരിക്കും. നമുക്ക് ആർക്ക് എപ്പോഴാണ് എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ മടിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു വലിയ തുകയായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ അത് എന്തിനാണ് എടുക്കുന്നതെന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ അവൻ കാർ എടുക്കും. ഈ കാറിന് അവന് വരുന്ന ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 80 പൗണ്ടിന് മേളിലേക്കായിരിക്കും. ഡിപ്പെൻസ് ഓൺ ദ കാർ, ഡിപ്പെൻസ് ഓൺ ദ ഏജ്, എല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അത്രയൊന്നും ഒരു പൈസ ആവത്തില്ല ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിന്. ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറഞ്ഞെടുക്കുക. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ GP രജിസ്റ്റർ ചെയ്യണം. GP രജിസ്ട്രേഷൻ ഇല്ലാത്ത ആർക്കും തന്നെ നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു കേസിൽ ഞാൻ എന്തുകൊണ്ട് ഇൻഷുറൻസ് എടുക്കണം? അബീസ് എന്തിനാ ഇൻഷുറൻസ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചു ചോദിക്കുക. അബീസിന് കാറുണ്ടോ? ഉണ്ട്. കാറിന് എത്ര രൂപ അടയ്ക്കുന്നത്? 195. എന്തിനാ അടയ്ക്കുന്നത്? പോലീസിനെ പേടിച്ചിട്ടില്ലേ അടയ്ക്കുന്നത്? സത്യം അതല്ലേ? ഇത് ഇവിടെ ഇൻഷുറൻസ് വേണ്ട, ചുമ്മാ ഓടിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അബീസ് ഇൻഷുറൻസ് എടുക്കുമോ? ഇല്ല. താൻ ബോഡി ചെക്കപ്പ് ചെയ്യുന്നുണ്ടോ ഇടയ്ക്ക്? ഇല്ല, ചെയ്തിട്ട് ഒത്തിരിയായി. അപ്പം നമ്മളെയും കൂടെ സർവീസ് ചെയ്ത് വെക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു. ഇപ്പൊ അബീസിന്റെ കല്യാണം കഴിഞ്ഞാൽ അബീസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇവൻ ഒരു ഫ്രാക്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അസുഖം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡെത്ത് ആയിക്കോട്ടെ, അബീസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അബീസിന്റെ വൈഫ് ആയിക്കോട്ടെ, പിള്ളേരായിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, ഇവര് എങ്ങനെ ഫിനാൻഷ്യലി സർവൈവ് ചെയ്യും? നിങ്ങൾ ഇവിടെ ഒരു വീട് മേടിച്ചു കഴിഞ്ഞാൽ വീടിന്റെ അടവ് എങ്ങനെ നടക്കും? ഇപ്പൊ അബീസിന് മേലാഴിക വന്നു, അബീസിന്റെ ഭാര്യയ്ക്ക് പിള്ളേരെ നോക്കി ജോലിക്ക് പോകുന്ന സമയങ്ങളെല്ലാം നമുക്കിവിടെ ഇപ്പൊ NHS വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ രാവിലെ 7:15 തൊട്ട് വൈകുന്നേരം 7:45 വരെ ഡ്യൂട്ടി ഉണ്ട്. ഇപ്പൊ പിള്ളേരെ 9 മണിയാകുമ്പോൾ എങ്ങനെ കൊണ്ടുവിടും? ഇവർക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 2 പേരുടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പോകത്തുള്ളൂ. ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി നമ്മൾ പകുതി. അതായത് ഒരു മനുഷ്യന് വേണ്ടി എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച്. ഒന്ന് ആരോഗ്യം, ഒന്ന് സമാധാനം, ഒന്ന് സമ്പാദ്യം. സമാധാനം ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി വരും. ഫിനാൻഷ്യലി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യും? ഒരു എക്സ്ട്രാ വരുമാനം കൂടി ഇല്ല എന്നുള്ളതുണ്ടെങ്കിൽ, ഒരു ക്യാൻസർ വന്നു സപ്പോസ്, എങ്ങനെ ഇതിൽ നിന്ന് സർവൈവ് ചെയ്യും? ഇവിടെ ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ഈ ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് എത്ര മാസം എടുക്കും? ഈ മാസങ്ങൾ മൊത്തം ഇവിടെ ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന് തന്നെ വെച്ചോ. ഇത് മാസങ്ങളോളം എങ്ങനെ പിള്ളേരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ലീവ് എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പം നമ്മൾ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇതിന് സർവൈവ് ചെയ്യണമെങ്കിൽ മിനിമം നമ്മൾ 1 കൊല്ലം സമയം എടുക്കത്തില്ല. ഈ 1 കൊല്ലം നിങ്ങൾക്ക് ജോലി ഇല്ലാതെ നിങ്ങൾ എങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ഓടിക്കും? ഇൻകം പ്രൊട്ടക്ഷൻ ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ക്രിട്ടിക്കൽ ഉണ്ട്, ഫ്രാക്ചർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ നീഡ് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ നീഡ് നോക്കുക. എന്തിനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്? നമ്മൾ എത്ര രൂപയുടെ ഇൻഷുറൻസ് എടുക്കണം? ഏതൊക്കെ ഇൻഷുറൻസ് എടുക്കണം? അത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, നിങ്ങളുടെ നീഡ് മനസ്സിലാക്കുക. നിങ്ങൾ എത്ര രൂപയുടെ എടുക്കണം? നമുക്ക് അതായത് ഇപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സപ്പോസ് ഇപ്പോൾ അബീസ് ഒരു ലോൺ എടുത്താൽ വന്നിരിക്കുന്നെങ്കിൽ ആ ലോൺ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു 3 ലക്ഷം പൗണ്ടിന്റെ വീട് മേടിച്ചേക്കാണെങ്കിൽ 3 ലക്ഷം പൗണ്ടിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. സിമ്പിൾ. അബീസിന്റെ ഹെൽത്ത് അല്ല എൻ്റെ ഹെൽത്ത്, എൻ്റെ പ്രായമല്ല അബീസിന്റെ പ്രായം. അപ്പോൾ ഒരാളുടെ പ്രായം, ഒരാളുടെ ഹെൽത്ത്, ഒരാളുടെ ലൈഫ് സ്റ്റൈല്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വേണം ഒരു ഇൻഷുറൻസ് എമൗണ്ട് വരുന്നത്. നിങ്ങൾക്ക് ഓരോ വയസ്സ് കൂടുന്തോറും ഇൻഷുറൻസിന്റെ പ്രീമിയം കൂടിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ പ്രായം കൂടുന്തോറും നമ്മൾ മരിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ കൂടുക. മമ്മൂട്ടിയുടെ ഇമാനുവൽ എന്ന് പറയുന്ന ഒരു പടത്തിൽ തന്നെ നമ്മൾ ഒത്തിരി സീൻസ് കാണുന്നുണ്ട്. ഒത്തിരി നെഗറ്റീവ് ഇമ്പാക്റ്റും ഇതിൽ വന്നിട്ടുണ്ട്. ശരിക്കും അത് എന്തുകൊണ്ടാണ് ഇതിക്ക് ക്യാൻസൽ ആയത്? നമുക്ക് ഇൻഷുറൻസോ കിട്ടാതിരിക്കാനുള്ള റീസൺ എന്തൊക്കെയാണ്? അപ്പോൾ അതിന് പല റീസൺ ഉണ്ട്.
അപ്പം നമ്മളൊരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരാളോട് ചോദിക്കുക. ഇപ്പം പലപ്പോഴും നമ്മൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഒന്നീ നമ്മൾ ഫോണിൽ കൂടെ ആയിരിക്കും, കഴിയുന്നത് നേരിട്ട് പോയാൽ ചെയ്യുന്ന ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഹസ്ബൻഡിന്റെ വൈഫിന്റെ മുന്നിൽ വെച്ച് ഹസ്ബൻഡിന് എല്ലാ കാര്യവും തുറന്നു പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം മലയാളി എന്നുള്ളൊരു കൾച്ചർ ഉള്ളതുകൊണ്ട് വിളിച്ചും പതുങ്ങിയൊക്കെ സേർട്ട് വലിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇൻഷുറൻസിൻ്റെ അകത്തെ മെയിൻ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൊട്ടേഷൻ നോക്കുമ്പോൾ തന്നെ ഉള്ളൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, അറിയ സ്മോക്കർ അല്ലെങ്കിൽ ഒരു എക്സ് സ്മോക്കർ ആണോ. അതിന് നമ്മളൊരു പ്രോപ്പർ ആൻസർ കൊടുക്കണം. എന്ന് പറഞ്ഞ പോലെ പലതരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നിങ്ങൾ വീട് വലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൊക്കൈനോ ഹെറോയിനോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം അങ്ങനത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൈറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിനെല്ലാം നമ്മൾ പ്രോപ്പർ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ 99% റിജക്ഷൻ വരുന്നില്ല. ചുമ്മാ അങ്ങ് റിജക്റ്റ് ചെയ്യത്തില്ല. പിന്നെ ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് കിട്ടാനുള്ള വഴിക്ക് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ഡീഡൊക്കെ ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള പേപ്പർ വർക്കും ഡോക്യുമെന്റും ചെയ്തിട്ടുണ്ടെങ്കിൽ 99.9% കിട്ടാതിരിക്കത്തില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് UK വന്നിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരാളാണ്. കാര്യം ഞാനിവിടെ ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് ഒരു ACL ലിഗമെന്റ് സർജറി ചെയ്ത്, ഞാനന്ന് വെയർ ഹൗസിൽ പണിയെടുക്കുന്ന കാലമായിരുന്നു. അപ്പം ലിഗമെന്റ് സർജറി ചെയ്യുമ്പോൾ അറിയാലോ, ഞങ്ങൾക്ക് 3 മാസത്തോളം പണിക്ക് പോകാൻ പറ്റിയില്ല. അതുമല്ല, അതിന് മുമ്പ് തന്നെ NHSന്റെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് വന്ന് ഒരു 6 മാസത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുൾ ടൈം ജോലി പാർട്ട് ടൈം ആക്കി, പിന്നെ അതും വയ്യാതെയായപ്പം ഞാൻ ആ ജോലി നിർത്തി നാട്ടിൽ പോയി സർജറി ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളം എനിക്ക് യാതൊരു പേയ്മെൻറ്റും ഇല്ലാതിരുന്ന ഒരാൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ഇൻഷുറൻസ് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും? അന്നേരം ഞാനൊരു ഫ്രാക്ചർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ആ ഫ്രാക്ചർ ഇൻഷുറൻസിൻ്റെ അകത്ത് ആ എമൗണ്ട് കവറായി പോയേനെ. ഇപ്പോൾ ഒരു ഫ്രാക്ചർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പം നമ്മുടെ കൈ ഒടിയുന്നെങ്കിൽ കൈയുടെ ഈ ഭാഗമാണെങ്കിൽ ഒരു റേറ്റ്, ഷോൾഡർ വെച്ചാണെങ്കിൽ വേറെ റേറ്റ്, നമ്മുടെ നടുവാണെങ്കിൽ ഒരു റേറ്റ്, കഴുത്താണെങ്കിൽ ഒരു റേറ്റ്, കാലിൻ്റെ ഇടിപ്പാണെങ്കിൽ ഒരു റേറ്റ്, കാലിൻ്റെ കാൽപാദമാണെങ്കിൽ വേറെ റേറ്റ്. അതായത് ഓരോ പാർട്ടിനും ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും ഓരോ റേറ്റാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 3000 പൗണ്ട് കിട്ടിയേനെ. ഇപ്പോൾ ഒരു 3 മാസം ഓടിപ്പോകാനുള്ള പൈസ കിട്ടിയേനെ. അത് എടുത്തു വെച്ചില്ല. അതാകപ്പാടെ ഒരു ഫ്രാക്ചർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് വരുന്നില്ല, എല്ലാ കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്നാൽ പോലും ഒരു 5 to 8 പൗണ്ട് അല്ലെ 10 പൗണ്ടിന് ഫ്രാക്ചർ ഇൻഷുറൻസ് തീർന്നേനെ. മനസ്സിലായില്ലേ? അതിന് ഒരു പ്രശ്നമില്ലാതെ അതങ്ങ് നടന്നു പോയനെ. അത് മാത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാമായിരുന്നു വേണമെങ്കിൽ. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് 34 വയസ്സുണ്ട്. എൻ്റെ ഈ ഒരു ഏജ് കാറ്റഗറി, എൻ്റെ വൈഫിന് 26 വയസ്സ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് എടുക്കാൻ പറ്റണത്? അല്ലെങ്കിൽ നമ്മുടെ ഒരു കോട്ട് എന്ന് പറയണത്, പലവർക്കും വിചാരം ഇതെല്ലാം ഒരു ഭീമമായ തുക നമ്മൾ മാസം കൊടുക്കണമെന്നാണ്. അബീസ് അതിൻ്റെ അകത്ത് ഏതൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്നത്. 2, അബീസ് മാത്രമാണോ എടുക്കുന്നത്, അബീസിന്റെ വൈഫിനെ ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് ലൈഫ്, ഒന്ന് ക്രിട്ടിക്കൽ, ഒന്ന് ഫ്രാക്ചർ. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻകം പ്രൊട്ടക്ഷനോടെ ആഡ് ചെയ്യാം. അപ്പോൾ അത് ലേറ്റർ ഓൺ ആണെങ്കിലും ഡിപ്പെൻസ്. അബീസിന്റെ വൈഫിന്റെ അബീസിന്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 50 to 60 തീരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിടുന്ന എമൗണ്ട് അനുസരിച്ച്. അല്ലാതെ വലിയ എമൗണ്ട് ഒന്നും പോകത്തൊന്നുമില്ല. പിന്നെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, അതായത് ഡയബറ്റിക് ആണെങ്കിൽ അല്ലെ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൂടും. അതൊന്നുമില്ല, നോർമൽ ഹെൽത്ത് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഈ കൊട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 99% അതിൽ കാണിക്കുന്ന എമൗണ്ടിൽ നിന്ന് ചേഞ്ചസ് വരത്തില്ല. ഇപ്പം നമ്മളൊരു ഇൻഷുറൻസ് നമ്മൾ UK എടുത്തു. ഇപ്പം നമ്മളൊരു വെക്കേഷന് നാട്ടിൽ പോയി, നമുക്ക് നാട്ടിൽ വെച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, ഒരു ബൈക്ക് എടുത്ത് പോയി, നമുക്ക് കൈ ഒടിഞ്ഞോ കാലൊടിഞ്ഞോ, അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇൻഷുറൻസ് കവർ ആവുമോ? അവിടെ ഫ്രാക്ചർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കവർ ആവും. നമുക്കിപ്പോൾ അവിടുന്ന് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് ഇപ്പോൾ കൈയെടുത്ത് ഒടിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ വന്ന് നേരെ ക്ലെയിം ചെയ്യുന്നു. ക്ലെയിം ചെയ്യുമ്പം അവർ നോക്കുമ്പോൾ നമുക്ക് ആ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. ഇവിടെ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ, ക്ലെയിം കിട്ടും. ഇന്നും UK ഈ ഒരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റീനോട് പേഴ്സണലി ആസ് എ ഇൻഷുറൻസ് അഡ്വൈസർ എന്നുള്ള രീതിയിൽ ഒരു അഡ്വൈസ് കൊടുക്കാൻ എന്താണ് തോന്നുന്നത്? അബീസ, ഇപ്പോൾ അഡ്വൈസ് കൊടുക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാനേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞെടുക്കുക. നിങ്ങളുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾ സ്മോക്കിംഗ് ആണെങ്കിൽ, അപ്പം നിങ്ങളൊരു കംഫർട്ട് സോണിൽ നിന്ന് ഒരു അഡ്വൈസറിനോട് സംസാരിച്ചിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുവായിരിക്കും വന്ന് ഇൻഷുറൻസ് ചെയ്യുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം എല്ലാ കാര്യവും തുറന്നു പറയാനായിട്ട്. അപ്പം നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുക. രണ്ടാമത്തെ കാര്യം,
നമുക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്തൊരു സമയത്ത്, ഇപ്പോൾ UK ഇപ്പോൾ അബീസിനെ പോലെ ഒരു 30 അല്ലെങ്കിൽ 25 വയസ്സിൽ 20 വയസ്സിൽ വന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല. നമ്മൾ അപ്പം എടുക്കുന്ന എമൗണ്ടാണ് നമ്മുടെ 70 വയസ്സ് വരെ അടയ്ക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് എടുത്താൽ അത്രയും നല്ലതായിരിക്കും നമ്മുടെ ഹെൽത്ത് വൈസ് ഓക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത്. മൂന്നാമത്തെ കാര്യം, എല്ലാവരും ഒരു സിമ്പിളായിട്ടായിരിക്കും ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കും. നമ്മുടെ കയ്യിലല്ല ഇതിരിക്കുന്ന കാര്യം. അപ്പം നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഹെൽപ്പ് വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ മരിച്ചാൽ നമ്മുടെ ബോഡി കൊണ്ടുപോകുന്നതിന് നമ്മൾ പിന്നെ ഫണ്ട് റൈസ് ചെയ്യാൻ നിൽക്കണം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഹെൽത്ത് ഓക്കെയാണ്, നമുക്കൊരു അസുഖം വന്നു, നമുക്ക് നാട്ടിൽ പോയാലും ട്രീറ്റ് ചെയ്യാം. അല്ലെ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാലും ബാക്കി ആ ഫണ്ട് നമ്മൾ നമ്മുടെ എന്താ പറയണ്ടേ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പം എനിക്കൊരു ക്യാൻസർ വന്നു, ഇവിടെ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് കിട്ടി, എൻ്റെ ഒരു 5-6 മാസമാണ് പോകുന്നത്. ആ സമയത്ത് മീൻ ടൈമിൽ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ഓടുന്നത്? അപ്പം ഇവിടെ ക്ലെയിം ചെയ്ത് കിട്ടിയ എമൗണ്ട് കൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ഓടിക്കത്തില്ലേ? നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അബീസിന് തന്നെ അറിയാം, UK വന്നിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാവർക്കും 10,500 രൂപയ്ക്ക് പണി എടുക്കുന്നുണ്ട്. അവരുടെ ഒരു അതർ എക്സ്പെൻസിൽ എങ്ങനെ കളിച്ചാലും ഒരു മാസം 100 രൂപ അല്ലെ 50 രൂപ ചുമ്മാ കളയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ആവശ്യത്തിന് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പം ഇൻഷുറൻസിൽ ഏറ്റവും വലിയൊരു ഘടകമായിട്ട് ഞാൻ കാണുന്നത്, ഞാൻ മരിച്ച എൻ്റെ വൈഫ് സേഫ് ആണോ, അതായത് നമ്മളൊരു നോമിനി വെക്കണ ഒരു സംഭവം ഉണ്ടല്ലോ. UK എങ്ങനെയാണ് അതിൻ്റെ ഒരു? ഇപ്പം അബീസ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ബാങ്ക് അക്കൗണ്ടിലെ നോമിനി എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇപ്പം UK നമ്മൾ ഇൻഷുറൻസിൻ്റെ അകത്ത് ട്രസ്റ്റ് ഡീഡ് ചെയ്യുക എന്ന് പറയും. അപ്പം അബീസിൻ്റെ വൈഫിനെ ട്രസ്റ്റ് ഡീഡ് ചെയ്ത് ട്രസ്റ്റി ആക്കുക. അപ്പോൾ വൈഫിൻ്റെ ഇൻഷുറൻസിൻ്റെ അകത്ത് അബീസിനെ ആക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രസ്റ്റ് ഡീഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് പുള്ളിക്കാരിക്ക് അത് സെറ്റാക്കി കിട്ടും. പിന്നെ നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ വില്ലൂടെ എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനെല്ലാം ബില്ല് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഇൻഷുറൻസിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ഇനി നിങ്ങൾക്ക് ഇൻഷുറൻസിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ വീഡിയോയിൽ ലിങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്താണ് UKയുടെ ഇൻഷുറൻസിനെ പറ്റി നല്ലൊരു നോളജ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഇൻഷുറൻസ് UKയിൽ വേണോ വേണ്ടയോ എന്നുള്ളത്. ഇത് നിങ്ങളുള്ള ഒരു അവയർനെസ് വീഡിയോ മാത്രമാണിത്. UK-യിലുള്ള എല്ലാവർക്കും തന്നെ നമ്മൾ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇപ്പം നമ്മൾ ലണ്ടൻ ടു നോർത്തേൺ അയർലൻഡ് വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പോയി ചെയ്യേണ്ടതാണെങ്കിൽ പോയി ചെയ്യും. നമ്മൾ വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോണിലാണെങ്കിലും നമ്മൾ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവൻ ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പോലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടാകാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാം തീർച്ചയായിട്ടും.